1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ഈ വർഷത്തെ കാട്ടാന സെൻസസ് കഴിഞ്ഞിട്ടും കഴിഞ്ഞ വർഷം നടത്തിയ സെൻസസിൽ പങ്കെടുത്ത വനംവകുപ്പ് ജീവനക്കാരിൽ ഭൂരിഭാഗം പേർക്കും അലവൻസ് തുക കിട്ടിയില്ലെന്ന് പരാതി. സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി 3 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞ ജീവനക്കാർക്കാണ് ഇനിയും പണം ലഭിക്കാത്തത്. കോരിച്ചൊരിയുന്ന മഴ, നിറഞ്ഞൊഴുകുന്ന പുഴകൾ, ഏതു നിമിഷവും ഉരുൾപൊട്ടിയെത്താവുന്ന മലവെള്ളപ്പാച്ചി, ഈ പ്രതിബന്ധങ്ങളെയെല്ലാം മറികടന്നാണ് വനംവകുപ്പ് ജീവനക്കാർ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഈ വർഷത്തെ കാട്ടാന സെൻസസ് പൂർത്തിയാക്കിയത്. ജീവൻ പണയം വെച്ച് ജോലി ചെയ്യുമ്പോഴും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ വൈകുന്നത് പ്രതിസന്ധിയുണ്ടാക്കുന്നുവെന്ന് ജീവനക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം മെയ് 17 മുതൽ 19 വരെയായിരുന്നു കാട്ടാന സെൻസസ് നടന്നത്. അന്ന് സെൻസസിൽ പങ്കെടുത്ത ജീവനക്കാർക്കുള്ള അലവൻസ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന കൌൺസിൽ അംഗം AK രമേശൻ പറഞ്ഞു. കഴിഞ്ഞ 2023 വർഷത്തിൽ നടന്ന കാട്ടാന സെൻസസിൽ ബ്ലോക്കുകളായി തിരിച്ച് സ്റ്റാഫ് അതിൽ പങ്കെടുക്കുന്ന സമയത്ത് പോലും അന്ന് നടന്ന പൈസ പോലും നമ്മുടെ സ്റ്റാഫുകൾക്ക് കിട്ടാത്ത ഒരു ഭീകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ദക്ഷിണേന്ത്യ മൊത്തത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ സെൻസസ്, 3 ദിവസമായി നടക്കുന്ന ഈ സെൻസസിനും നമ്മുടെ സ്റ്റാഫിന്റെ കയ്യിൽ നിന്നും പണമെടുത്തുകൊണ്ട് ഒരു ടാർപ്പായ ആവട്ടെ, കയറാവട്ടെ, ടെൻഡടിക്കാനുള്ള സംവിധാനങ്ങളാവട്ടെ, ഒന്നിനും തന്നെ ഡിപ്പാർട്ട്മെന്റ് കാശ് തരാത്ത ഒരു സംവിധാനമുള്ളത്. നമ്മുടെ ചില റേഞ്ച് ഓഫീസർമാരും DFOമാരും അവരുടെ കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് തൽക്കാലം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് സ്റ്റാഫിനെ സഹായിക്കുന്ന ഒരു അവസ്ഥയല്ലാതെ വേറെ യാതൊരു തരത്തിലുള്ള പണമിടപാടുകളും നടക്കാത്ത ഒരു അവസ്ഥയാണത്. നമ്മുടെ സ്റ്റാഫിനോട് ഇങ്ങനത്തെ ഒരു കാര്യം പറയുന്ന അവസരത്തിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യും. പക്ഷേ ഇതിന് പ്രാഥമികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു കാലാവസ്ഥ, ഓരിച്ചൊരിയുന്ന ഈ മഴയത്ത് കാടാണ്, വന്യമൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട്, അങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ടാണ് നമ്മുടെ സ്റ്റാഫ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ഇതിലുണ്ടായ ബുദ്ധിമുട്ട് KPSA സംസ്ഥാന ലെവലിലും ജില്ലാ ലെവലിലും അതാത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാരെയും റേഞ്ച് ഓഫീസർമാരെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഈ അവസരത്തിൽ ഇവിടെ പറയുന്നത്. ഒരു ബ്ലോക്കിൽ 3 ഉദ്യോഗസ്ഥരും 2 വാച്ചർമാരുമാണ് സെൻസസ് സംഘത്തിലുണ്ടാവുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും അടങ്ങുന്നതാണ് സംഘം. ഇവർക്ക് വേണ്ട ഭക്ഷണ സാമഗ്രികൾ, ടെൻഡടിക്കാനുള്ള സാധനങ്ങൾ, ഷീറ്റുകൾ, മരുന്ന് എല്ലാം സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവഴിച്ചു മേടിക്കണം. പിന്നീട് വനം വകുപ്പ് ഈ തുക കൈമാറുകയാണ് പതിവ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ തുക പോലും കയ്യിലെത്തിയില്ലെന്ന പരാതിയാണ് ജീവനക്കാർക്ക്. എന്നാൽ ജീവനക്കാർ സെൻസസിൽ പങ്കെടുത്തത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കിയ ഡിവിഷനുകളിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് അധികൃതരുടെ വിശദീകരണം. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ഫിൽറ്റർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.